ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആബ്സെൻസ് എത്രമാത്രം ഈ വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇത് റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നോക്കരുത്, ജസ്റ്റ് വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ ചില റീഡിങ്ങുകളൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഞാൻ അടിയിൽ ഒത്തിരി കമൻറ്റുകൾ വായിക്കുന്നുണ്ട്. വളരെ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് ആ ഒരു റീഡിങ്. ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കൂടി ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള റീഡിങ്ങുകളൊക്കെ വരുന്ന നിങ്ങൾ തുടക്കത്തിൽ കുറച്ച് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുമായിട്ട് ഒരു റെസനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള റീഡിങ്ങുകളാണെന്ന്. അപ്പോൾ നിങ്ങൾ ആ ഒരു റീഡിങ്ങുകളൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന റീഡിങ്ങുകൾ കേൾക്കാനായിട്ടും പരമാവധി സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നെഗറ്റിവിറ്റി നിങ്ങൾ അട്രാക്ട് ചെയ്യാതിരിക്കുക, പരമാവധി അതൊക്കെ ഒഴിവാക്കി വിടുക. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് യാതൊരു രീതിയിലും റെസനേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തുടർന്ന് കേൾക്കാതിരിക്കുക, അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവുക. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ഒരു റീഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ അറിയുക എന്നത് മാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് മെയിനായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും പല സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ അവർക്ക് ആ ഒരു റീഡിങ്ങിൽ വന്നു കഴിയുമ്പോൾ ഒരു ചെറിയൊരു സന്തോഷം കിട്ടണം അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് റീഡിങ്ങിൽ കൂടുതൽ ആളുകളും റീഡിങ് കാണാനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു റീഡിങ്ങിൽ കൂടി പിന്നെ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളത് കാണണ്ട, നിങ്ങളത് വിട്ട് കളഞ്ഞേക്കുക. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷം നൽകുന്നു അല്ലെങ്കിൽ ഒരു കുറച്ച് സമയത്തേക്കുള്ള ആശ്വാസം നൽകുന്നുണ്ട് എങ്ങനെ തോന്നുകയാണെങ്കിൽ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതും മെയിനായിട്ടും. അപ്പം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തുടർന്ന് കാണുക. ചില റീഡിങ്ങുകൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് വരുന്നതനുസരിച്ച് നമ്മളങ്ങ് റീഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളാണ് അത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ പറയുന്നത്, നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ ഇത് കേട്ടതിന് ശേഷം പിന്നീട് നിങ്ങൾ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ നെഗറ്റിവിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ പലപ്പോഴും ചിന്തിച്ചതാണ്. ഇപ്പം എന്തോ ഞാനിത് പറയണമെന്ന് മതി പ്രിപ്പയർ ചെയ്ത് വന്നതുമല്ല, പക്ഷേ ജസ്റ്റ് നമ്മളിത് ഇൻട്രോ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പക്ഷേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നിമിഷം നമ്മുടെ ഒരു വാക്കുകൾ കൊണ്ട് ഒരു നിമിഷമെങ്കിലും ആർക്കെങ്കിലും സന്തോഷം കൊടുക്കാൻ പറ്റുന്ന, അതാണ് നമുക്ക് നമ്മുടെ ഒരു വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. എനിക്ക് വളരെ വിഷമമാണത്. പിന്നെ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നമുക്ക് പറയാനൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവില്ല. അങ്ങനെ ചില റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവില്ല, അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ടു പോകുന്ന ആ ഒരു പേഴ്സൺ കൂടി നമ്മളെ മനസ്സിലാക്കാതെ വരിക അല്ലെങ്കിൽ ഇട്ടിട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലൊക്കെ വരും. അങ്ങനെയുള്ള ടൈമിൽ ചില റീഡിങ്ങുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം നൽകണം എന്നാണ് ഞാൻ ഈ ഒരു റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലും നിങ്ങൾക്ക് നെഗറ്റീവ് വരികയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ റീഡിങ്ങുകളും നമ്മൾ പറയുന്നുണ്ട് റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രോ ഇച്ചിരി നീണ്ടുപോയെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പോസിറ്റീവായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആബ്സെൻസ് എത്രമാത്രം ഈ വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആബ്സെൻസ് ഇനി നല്ല സ്മൂത്തായ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇല്ലെങ്കിൽ ഇപ്പോൾ സെപ്പറേഷനിലായ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ഒരു ആബ്സെൻസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആബ്സെൻസിലാണെങ്കിൽ അവർ എത്രമാത്രം വേദനിക്കുന്നു, അല്ലെങ്കിൽ അത് അവർക്ക് സന്തോഷമാണോ സങ്കടമാണോ നൽകുന്നത്, അവരെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഓക്കെ, ഈ നിങ്ങളുടെ ആബ്സെൻസ് ഈ വ്യക്തിയെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു ആബ്സെൻസ് ഈ വ്യക്തിയെ എത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആബ്സെൻസ് ഈ വ്യക്തിയെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത് 2 ഓഫ് കപ്സ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മറ്റൊരു സ്പ്രെഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഈ വ്യക്തിയെ അമിതമായിട്ട് തന്നെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പെട്ട് അവരൊരുപാട് മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് കാണുന്നുണ്ട്. മേ ബി അവരുടെ ലൈഫിൽ തന്നെ മറ്റു വ്യക്തികളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ലൈഫ് പല ഡിസിഷൻസും മറ്റു വ്യക്തികളാണ് എടുക്കുന്നത്. അത്തരത്തിൽ ഉള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. മേ ബി അങ്ങനെ ആയിരിക്കാം. അവർക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ട ഒരു സമയമായിരിക്കും ഈ ഒരു സമയം. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനോ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കമ്മിറ്റ്മെന്റ് നൽകാനോ ഒന്നും കഴിയാത്തത് കൊണ്ട് അവർക്ക് അമിതമായിട്ടുള്ള ഒരു വേദന ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ലൈഫിന് ഒരു കംപ്ലീഷൻ ഇല്ലാത്തതുപോലെ, അല്ലെങ്കിൽ എന്തോ മിസ് ചെയ്യുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ്. അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ആണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലൈഫിൽ എല്ലാ സമയത്തും നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. സന്തോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും നിങ്ങളുടെ ഒരു പ്രസൻസ് വേണമെന്ന് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ ഒരു സമയത്ത് സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയി. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആകണമെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം എപ്പോഴും ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള നെഗറ്റിവിറ്റിയോടൊപ്പം നിങ്ങളുടെ ഒരു ആബ്സെൻസ് കൂടി ആയപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമത്തിലാണ് അവർ. ഈ ഒരു സെപ്പറേഷൻ ടൈം പോലും അവർക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം കൂടിയാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിച്ചു ചേരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ മാത്രമാണ് അവരുടെ ലൈഫിനൊരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ എന്ന് ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിലെങ്കിലും നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്താനായിട്ട് ഒരു അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഓരോ മൊമെന്റ്സിലും അവർ ആ ഒരു ചിന്തയിലാണ് ഉള്ളത്. ഓരോ നിമിഷത്തിലും അവർ ആ ഒരു ചിന്തയാണ് ഉള്ളത് അവർക്ക്. അവർ പല പണികളും ജോലികളും ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങളിൽ അവർ ബിസിയാണ് എങ്കിൽ പോലും അവർ ആ ഒരു ഇതിൻ്റെ ഇടയ്ക്കും വരുന്ന സമയങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണ്. ആ ഒരു ചിന്തയിലാണ് അവരിപ്പോൾ. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം ഇവരെ ഓപ്പോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാനായിട്ടോ എന്തായാലും ആ അത്തരത്തിലുള്ള എന്തോ ഒരു എനർജി അവരെ പിന്നോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ഒത്തിരി തടസ്സങ്ങളുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. ഈ വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്നത് തന്നെ ഈ ഒരു കെട്ടുപാടുകളൊക്കെ പൊട്ടിച്ച് എറിഞ്ഞു കൊണ്ട് തന്നെ ഈ ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരണം എന്ന് തന്നെയാണ് കാണുന്നത്. ഇത്രയും തടസ്സങ്ങൾ മുന്നിൽ ഉണ്ടെങ്കിലും അതിനെയെല്ലാം തകർക്കാനുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു ആഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അവർക്കൊരു അതുപോലെ ശരിക്കും ഇൻ ബിറ്റ്വീൻ പെട്ടതുപോലെ ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. അതുപോലെ മനസ്സിലുണ്ട് അവർക്കൊരു ഇല്യൂഷൻ ആണ് ഉണ്ടാകുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാം ഓവർകം ചെയ്ത് അവർ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അവരെ വിട്ടുപോകുമോ എന്നൊക്കെ ഈ വ്യക്തിക്ക് ഇങ്ങനെ തോന്നുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള അമിതമായ ചിന്ത ഈ വ്യക്തിയിലുണ്ട്. ഭയങ്കരമായ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണിത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ആബ്സെൻസ് ഒത്തിരി സഫർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഓരോ മൊമെന്റ്സിലും നിങ്ങൾ അവരുടെ അരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നവർ ചിന്തിക്കുകയാണ്. ഒത്തിരി ഡ്രീംസ് ഒക്കെ അവർ കാണുന്നുണ്ട്. ഒത്തിരി കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തിരുന്ന ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ലൈഫിലെ ഓരോ മൊമെന്റ്സും അവരുടെ ഹാപ്പി സിറ്റുവേഷൻസ് ആയിരുന്നാലും, അതുപോലെ തന്നെ അവരുടെ സങ്കടകരങ്ങളായ കാര്യങ്ങളായിരുന്നാൽ പോലും അതെല്ലാം നിങ്ങളോടൊത്ത് ഷെയർ ചെയ്തിരുന്നപ്പോൾ അവർക്ക് ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളായിരുന്നു അവരുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് എലിമെന്റ് എന്ന് പറയുന്നത്. അവരിപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയാണ്. അപ്പൊ അതുപോലെ ഒരുപാട് ലൈഫ് ലെസൺസ് ഇതിനോടകം തന്നെ അവർ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സാമീപ്യം അവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം നേടിയെടുക്കാൻ കഴിയും എന്നൊക്കെയുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. അതുപോലെ തന്നെ നല്ല ഇവിടെ തേർഡ് പാർട്ടി എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ ആണ്. പക്ഷെ എന്തായാലും നിങ്ങളുടെ ഈ ഒരു ആത്മാർത്ഥതയ്ക്ക് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും. അവർ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് കാണുന്നത്. അവർ ഒത്തിരി ഡ്രീംസ് കാണുന്നുണ്ട് നിങ്ങളുമായിട്ട് ഫാമിലി ആയിട്ട് എൻജോയ്മെന്റ് ചെയ്യുന്നത്, സെലിബ്രേഷനും ഒക്കെ അവർ ഡ്രീംസ് കാണുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. പക്ഷെ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എങ്കിലും ഓക്കെ,
ഇത്രയും പോസിറ്റീവായിട്ടുള്ള കാർഡുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും, നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും. നിങ്ങളാണ് അവരുടെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ലക്കി ചാം എന്നൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ജസ്റ്റ് പെട്ട ഒരു അവസ്ഥയിലാണ്, ഏത് വേണോ അത് വേണോ എന്നുള്ള ഇൻ ബിറ്റ്വീനിൽ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർ ഉള്ളതെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു റീഡിങ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Messages from your person. സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വരുന്നത് ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, ഐ ഡിഡ് നോട്ട് റിയലൈസ്ഡ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ. ഓക്കെ, അവർ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല, അവർ ഈ ഒരു സ്നേഹം അവരുടെ മനസ്സിൽ ഇത്രയും ആഴത്തിൽ പതിഞ്ഞിരുന്നു എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് മെസ്സേജ് കിട്ടുന്നത്, യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. ഓക്കെ, നിങ്ങളാണ് അവരുടെ സ്വർഗം, ഈ ഭൂമിയിലെ അവരുടെ സ്വർഗം നിങ്ങളാണ് എന്നുള്ള കാര്യം അവർ പറയുകയാണ്. ഇഫ് ഐ നോ വാട്ട് ലവ് ഈസ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു. ഓക്കെ, അവർക്ക് സ്നേഹം എന്താണ് എന്ന് മനസ്സിലായത് നിങ്ങൾ കാരണമാണ് എന്നാണ് പറയുന്നത്. ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെന്റ് യു ലീവ്. ഓക്കെ, എപ്പോഴാണോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് ആ ഒരു നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങി എന്ന് പറയുകയാണ്. ഐ മിസ് യുവർ പ്രസൻസ്. ഓക്കെ, അവർക്ക് നിങ്ങളുടെ പ്രസൻസ് മിസ് ചെയ്യുന്നു, വീണ്ടും ഒരു മിസ്സിങ് എനർജിയാണ്. യു ആർ ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ഓക്കെ, ദൈവം നൽകിയതിൽ വെച്ചിട്ട് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങളാണ് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ് എന്ന് വരെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ റൈറ്റ് ടൈമിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്ക് എടുത്തേക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഓക്കെ, ടുമോറോ, യെസ്, പോസിബിലിറ്റി ആണ്. 1992 എന്ന് പറയുന്നൊരു വർഷം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കാം, ഫുട്ബോൾ കളി കാണാൻ ഇഷ്ടമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന ആളുകളുമായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ടുഡേ വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2 months, 25, 1996, എബ്രോഡ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എബ്രോഡുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ എബ്രോഡ് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ഏതെങ്കിലും മെഡിക്കൽ ഫീൽഡുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. 48 hours, വീണ്ടും ഒത്തിരി പോസിബിലിറ്റികൾ നമുക്ക് കിട്ടുന്നുണ്ട്. 48 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1984 കിട്ടിയിട്ടുണ്ട്. ലോങ് മെയിലൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. ഓഗസ്റ്റ് മന്ത് വീണ്ടും ഒരു പോസിബിലിറ്റിയാണ്. 2002, പോലീസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. ടുമോറോ വീണ്ടും പോസിബിലിറ്റിയാണ്. ടുഡേ, ടുമോറോ ഒക്കെ നമുക്ക് ഒത്തിരി പോസിബിലിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ക്രേസ് ഓൺ വെഹിക്കിൾസിനോട് ഒത്തിരി ക്രേസ് ഉള്ള ആളുകളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള ആളുകളായിരിക്കും. 1993 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 44 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ സെപ്റ്റംബർ മന്ത് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.